ഇത് ഇന്നത്തെ എക്സ്പോർട്ട് ഓർഡറിന് വേണ്ടിയുള്ള കപ്പ പറിക്കണതാണ്. 4-4.5 ടണ്ണാണ് ഇന്ന് ഓർഡർ ഉള്ളത്. ഇന്നിപ്പോൾ 7 മണിയായപ്പോഴേക്ക് ഏകദേശം പറിച്ച് തീരാറായി. കപ്പയാണ് കാണുന്നത്. നമ്മുടെ പണിക്കാരാണ്, സ്ഥിരം സ്റ്റാഫാണ്. 10-15 പേര് ഇപ്പോൾ ഇത് പറിക്കാനായിട്ടുണ്ട്. അല്ലാണ്ട് ഒരു 10-15 പേര് വേറെ സ്റ്റാഫും കൂടി ഉണ്ട്. അവരെല്ലാവരും കൂടി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ വണ്ടി കമ്പനിയിൽ എത്തിക്കാൻ പാകത്തിനാണ് നമ്മൾ അറേഞ്ച് ചെയ്യണത്. ഇതിപ്പോൾ എക്സ്പോർട്ടിന് വേണ്ടിയുള്ള കപ്പകൾ പണിക്കാർ പറിച്ചിടുന്നതാണ്. ഒരു 2-3 വാരത്തിൻ്റെ കപ്പകൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു തോട്ടിലേക്കായിട്ടാണ് പറിച്ചിടുന്നത്. അപ്പോഴാണ് നമുക്കത് വെട്ടി കൂട്ടിയിടാനായിട്ട് കുറച്ച് കപ്പകൾ അധികം കിട്ടുള്ളൂ. അപ്പോൾ വേറെ ഒരു സ്ഥലത്ത് പണിക്കാരാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. കുറച്ച് പേര് പറിക്കും, കുറച്ച് പേര് വെട്ടും, കുറച്ച് പേര് ഇപ്പുറത്തെ സൈഡിൽ കപ്പ ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. ലോഡ് ചെയ്ത് പ്ലാസ്റ്റിക് കൊട്ടയിലാണ് ലോഡ് ചെയ്യണത്. പ്ലാസ്റ്റിക് കൊട്ടയിൽ ഏകദേശം ഒരു 40-50 കിലോൻ്റെ അടുത്ത് ലോഡ് ചെയ്തിട്ട് ഇവരെ തലയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് പണിക്കാർ മിക്കവാറും ഹിന്ദിക്കാരാണ്. അപ്പോൾ ഇവരൊരു 10-12 പേര് ലൈനായിട്ട് നിന്നിട്ട് ഇവർ ചുമക്കും. മാറി മാറി ഓരോരുത്തരുടെ തലയിലേക്ക് വെച്ച് ഇങ്ങനെ ചുമക്കാണ്. കുറച്ച് പേര് പറിച്ചുകൊണ്ടിരിക്കും, കുറച്ച് പേര് അപ്പുറത്ത് വെട്ടും, കുറച്ച് പേര് വണ്ടി ലോഡ് ചെയ്യാണ്. ഇത് വണ്ടിയിൽ ലോഡ് ചെയ്ത് ഏകദേശം ഒരു വണ്ടിയുടെ ഒരു ബോഡി ലെവൽ ആവാറായിട്ടുണ്ട് കപ്പ. പിന്നെ വണ്ടിയിൽ ഒരു ബോഡി ലെവലായി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് അട്ടി വയ്ക്കണം, താഴെ പോവാണ്ട്. അതിൽ വലിയ വലിയ കപ്പകളെടുത്ത് നമ്മളതിൻ്റെ സൈഡ് അട്ടി വയ്ക്കുകയാണ്. അപ്പോൾ കുറച്ച് പണികളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യും. ഞാൻ തന്നെ കുറേ കട്ടി വയ്ക്കും. പിന്നെ ബാക്കി പണിക്കാർ കുറേ ചെയ്യും. കുറച്ച് നമ്മൾ സ്റ്റാഫിനെയും കൊണ്ടും ചെയ്യിക്കും. നമുക്ക് പാടുള്ള പോലെ നമ്മൾ കുറേശ്ശെ ചെയ്യും. ഏകദേശം ഒരു 3 ടണ്ണിൻ്റെ ഒക്കെ അടുത്ത് വണ്ടിയിലായിട്ടുണ്ട്. ഏകദേശം ഇനി ഒരു ടണ്ണ് 1.5 ടണ്ണിൻ്റെ ഒക്കെ അടുത്ത് വേണം. ഏകദേശം കണക്കാക്കിയായിരിക്കും നമ്മൾ പറിക്കുന്നത്. നമുക്ക് സ്ഥിരം കയറ്റണമായിരുന്നു ഒരു ഐഡിയ ഉണ്ടാവും. ഐഡിയയിൽ അങ്ങനെ കയറ്റും. വലിയ വലിയ കപ്പകൾ നമ്മൾ സൈഡിൽ വെച്ചിട്ട് ചെറിയ കപ്പ ഉള്ളിലിടും, അല്ലെങ്കിൽ അട്ടി ഇടിഞ്ഞു പോകും. അട്ടി വെച്ചിട്ട് നമ്മൾ അട്ടിയുടെ മുകളിൽ തന്നെ കയറി നിൽക്കേണ്ടി വരും. ഏകദേശം വണ്ടി ഫുൾ ആവാറായിട്ടുണ്ട്. ഒരാളിങ്ങനെ കൊണ്ടുവന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിലേക്ക്. ഒരാൾ മേടിച്ചിടും, ഒരാൾ അപ്പുറത്തിരുന്ന് അട്ടി വയ്ക്കും. ഏകദേശം വണ്ടി ലോഡ് ഫുള്ളായി. നമ്മുടെ ഇന്നത്തെ ലോഡായി ഏകദേശം 4-4.5 ഇടയ്ക്കായി. പിന്നെ വണ്ടി പായിട്ട് കെട്ടാൻ പോവാണ്. ഒരാൾ വണ്ടിയുടെ മുകളിൽ നിന്നിട്ട് പായ എല്ലാം റെഡിയാക്കും. 2-3 സൈഡിൽ നിന്നിട്ട് പായ വലിച്ചിട്ട് സൈഡെല്ലാം കറക്റ്റാക്കും. ഇത് കയറിട്ട് കെട്ടാണ്. ഫുള്ള് കവർ ചെയ്യും. ഫുള്ള് കവർ ചെയ്തിട്ട് ശരിക്കും ടൈറ്റ് ചെയ്തിട്ട് കെട്ടണം. അല്ലെങ്കിൽ ഈ കപ്പകൾ വണ്ടി റോട്ടിൽ ചെറിയ കുഴിയിലോ ഒന്നിലൊക്കെ ചാടുമ്പോൾ ഈ അട്ടി ഇടിഞ്ഞു പോകും. ഇടിഞ്ഞ് റോട്ടിൽ പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അത് കാരണം നമ്മൾ ശരിക്കും കവർ ചെയ്തിട്ട് ഫുള്ള് ടൈറ്റ് ചെയ്തിട്ട് കെട്ടും. ഇപ്പം ഡ്രൈവറും നമ്മുടെ പണിക്കാർ 2-3 ആളും കൂടി സൈഡിൽ നിന്നിട്ട് അവർ ശരിക്കും ടൈറ്റ് ചെയ്ത് അങ്ങനെ കെട്ടാണ്. പിന്നെ ഇത് ഏകദേശം നമ്മളൊരു 8 മണി 9 മണിക്കുള്ളിൽ ഒട്ടുമിക്ക എക്സ്പോർട്ടിങ് കമ്പനികൾക്ക് അവിടെ എത്തിച്ച് കൊടുക്കണം, 9 മണിക്കുള്ളിലെങ്കിലും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. ഇപ്പോൾ എക്സ്പോർട്ടിങ് കമ്പനികൾക്ക് അങ്ങനെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കപ്പയുടെ ഓർഡർ ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. നമ്മൾ 100-200 ഏക്കറിൽ കപ്പ ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതലും കൊല്ലരാമനാണ് ചെയ്യണത്. പിന്നെ കറുത്ത മിക്സർ, ബ്ലാക്ക് മിക്സർ എന്ന് പറയുന്നതിനും ചെയ്യും. അപ്പോൾ ചിപ്സിനോ ഫ്രോസൺ ചെയ്യാനോ കപ്പകൾ ആവശ്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. എൻ്റെ ഫോൺ നമ്പർ 9496336133. അതിന് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഓർഡർ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ വണ്ടി പോകാനായിട്ട് റെഡി ആവാണ്.